ജോർജ് UDF-ലേക്ക് കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. PC ജോർജിന്റെയും ഷോണിന്റെയും BJP-യിലെ മധുവിധു കാലം അവസാനിച്ചിരിക്കുകയാണ്. ജോർജിന് BJP-യിൽ പുല്ലുവിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വമ്പൻ പ്രതീക്ഷകളും പ്രഖ്യാപനങ്ങളുമായി BJP-യിൽ ചേർന്ന PC ജോർജ് ഇപ്പോൾ അവിടെയും എടുക്കാച്ചരക്കായി മാറിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി പദമോ ഗവർണർ പദവിയോ തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് PC ജോർജ് തന്റെ പുത്രനായ ഷോണിനെയും കൂട്ടി BJP-യിൽ ചേർന്നത്. ഇനിയും 1 ലക്ഷത്തിൽ മത്സരിച്ച് ജയിക്കുക അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ ജോർജ് ഒരു സുരക്ഷിത താവളമായിട്ടാണ് BJP-യെ കണ്ടത്. ഇടതു വലതു മുന്നണികളിൽ കയറി പറ്റുന്നതിനായി തീവ്ര ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരു മുന്നണിയിലും കയറി പറ്റാൻ ജോർജിന് കഴിഞ്ഞില്ല. സോളാർ കേസിൽ കുറ്റാരോപിതരായ ഉമ്മൻചാണ്ടിയെയും സരിതയെയും ചേർത്ത് കഥകൾ പറഞ്ഞു പരത്തിയ ജോർജിനെ UDF-ൽ പ്രവേശിപ്പിക്കാൻ കോൺഗ്രസ് അനുമതി നൽകിയില്ല. അതുപോലെ തന്നെ പിണറായി വിജയനെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തിയ ജോർജിനെ LDF-ഉം സ്വീകരിക്കാൻ തയ്യാറായില്ല. 2ാം വട്ടം സ്വതന്ത്രനായി മത്സരിച്ചുവെങ്കിലും കേരള കോൺഗ്രസ് എമ്മിലെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനോട് അതിദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ഇതോടെ തന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ജോർജ് BJP-യിലേക്ക് ചേക്കേറുകയായിരുന്നു. എന്നാൽ BJP-യിൽ എത്തിയപ്പോഴേക്കും NDA-യുടെ ഘടകകക്ഷിയായ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ജോർജ് നടത്തിയത്. ഇതോടെ BJP-യിലും ജോർജിനുള്ള സ്വീകാര്യത നഷ്ടപ്പെട്ടു. PC ജോർജിനെ കൊണ്ട് BJP-ക്ക് വലിയ ഗുണമൊന്നും ലഭിക്കില്ലെന്ന് മാത്രമല്ല, തുടർച്ചയായ വിവാദ പ്രസംഗങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന ജോർജിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് BJP-യിൽ നടക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 2 സീറ്റുകൾ ചോദിച്ചുവെങ്കിലും 1 സീറ്റ് മാത്രമാവും BJP നൽകുക. പൂഞ്ഞാർ സീറ്റിൽ PC ജോർജ് മത്സരിക്കരുത് എന്നാണ് BJP നൽകിയിരിക്കുന്ന നിർദ്ദേശം. പാലായിൽ ഷോൺ ജോർജും പൂഞ്ഞാറിൽ PC ജോർജും മത്സരിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം പൂഞ്ഞാർ മാത്രമേ നൽകൂ എന്നാണ് ജോർജിനെ അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ മകൻ ഷോൺ മത്സരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടിരിക്കുന്നു. BJP നിലപാടിൽ ക്ഷുഭിതനായ PC ജോർജ് നിലവിൽ BJP പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. മകൻ വഴി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഷോൺ ജോർജിന് പൂഞ്ഞാർ സീറ്റും PC ജോർജിന് രാജ്യസഭ MP സ്ഥാനവുമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ രാജ്യസഭാ സീറ്റൊന്നും BJP നിലവിൽ ഓഫർ ചെയ്തിട്ടുമില്ല. ഗവർണർ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന PC ജോർജ് ഇപ്പോൾ ആ മോഹവും ഉപേക്ഷിച്ചു. K കരുണാകരന്റെ മകൾ അടക്കം സ്ഥാനമില്ലാതെ വഴിയാധാരമായി നിൽക്കുന്ന കാഴ്ച ജോർജിന്റെ മുന്നിലുണ്ട്. വേണ്ട പരിഗണന തനിക്ക് ലഭിച്ചില്ലെങ്കിൽ ജോസ് വിഭാഗത്തിൽ ലയിച്ച് UDF സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ജോർജ്. എന്നാൽ കോൺഗ്രസിന്റെ നിലപാട് കൂടി ഈ വിഷയത്തിൽ നിർണായകമാകും. ഏത് മുന്നണിയിൽ നിന്നാലും ആ മുന്നണിയുടെ നേതൃത്വത്തെ ചീത്ത വിളിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ജോർജിനെ സ്വീകരിക്കാൻ നേതൃത്വം തയ്യാറായാലും അണികളിൽ നിന്നും ഉയർന്ന എതിർപ്പിനെ അവഗണിക്കാൻ നേതൃത്വത്തിന് ആകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും അടുത്ത നിയമസഭാ ഇലക്ഷനോടെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും PC ജോർജ് പുറന്തള്ളപ്പെടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.